നെറ്റ്സരീം ഇടനാഴി ഇസ്രായേൽ തുറന്നതോടെ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ വടക്കൻ ഗസയിലേക്ക് ഒഴുകുകയാണ്. അതിർത്തിയിൽ 2 ദിവസമായി പതിനായിരങ്ങൾ കാത്തുകെട്ടി കിടക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാർ പ്രകാരം ശനിയാഴ്ച മുതൽ ഇടനാഴി തുറക്കേണ്ടതായിരുന്നു. BK സുഹൈൽ കൂടുതൽ വിവരങ്ങളുമായി. സുഹൈൽ, എന്താണ് ഗസയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റ്? നിഷാദ്, ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം തന്നെയാണ് ഗസയിൽ നടക്കുന്നത്. നമുക്കറിയാം, വടക്കൻ ഗസ കുറേ കാലമായി ഇസ്രായേൽ അവിടെ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ആട്ടിപ്പായിച്ച ഒരു പ്രദേശമായിരുന്നു. അതിനൊരു ആളില്ലാ മരുഭൂമിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു നെറ്റ്സരീം ഇടനാഴി എന്ന പേരിൽ വടക്കൻ ഗസയെ ഈ ഗസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന രൂപത്തിൽ വലിയ ഒരു സുരക്ഷാ ശൃംഖല തന്നെ ഇസ്രായേൽ സൃഷ്ടിച്ചത്. അവിടേക്ക് കടക്കാൻ ഒരാളെ പോലും അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു നിലപാട്. എന്നാൽ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി നെറ്റ്സരീം ഇടനാഴി തുറക്കണം എന്ന ഒരു കരാറിലേക്ക് ഇസ്രായേലിനെ എത്തിക്കാൻ ഹമാസിന് സാധിച്ചു. ഇപ്പോഴിതാ ഈ കുറേ കാലത്തിന് ശേഷം, ഏകദേശം ഒരു വർഷത്തിന് ശേഷം നെറ്റ്സരീം ഇടനാഴി തുറക്കുകയാണ്. പ്രാദേശിക സമയം 7 മണിയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ നെറ്റ്സരീം ഇടനാഴിയുടെ അടുത്ത് പതിനായിരങ്ങൾ രാത്രിയും പകലുമില്ലാതെ അങ്ങനെ കാത്തുകെട്ടി കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച തന്നെ, അതായത് 7ാമത്തെ ദിവസം, വെടിനിർത്തൽ ആരംഭിച്ച് 7ാമത്തെ ദിവസം നെറ്റ്സരീം ഇടനാഴി തുറക്കും എന്നായിരുന്നു ഈ കരാറിലുണ്ടായിരുന്നത്. പക്ഷേ പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് തുറക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിച്ചു. ഏറ്റവും പ്രധാനം അർബിൽ യഹൂദ് എന്ന ഒരു ബന്ദി, ആ ബന്ദിയെ ആദ്യഘട്ടത്തിൽ തന്നെ വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു നിലപാട്. പക്ഷേ വനിതാ ബന്ദികൾ പോലും വിട്ടയച്ചതിന് ശേഷവും സാധാരണക്കാരിയായ ഈ അർബിൽ യഹൂദിനെ വിട്ടയച്ചില്ല എന്ന ആക്ഷേപം ഇസ്രായേൽ ഉന്നയിച്ചു. ഇപ്പോഴേതായിരുന്നാലും മധ്യസ്ഥർ ഇടപെട്ടുകൊണ്ട് അടുത്ത വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഇവരെ വിട്ടയക്കും എന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും അറിയിക്കുന്നു. ആ ഒരു തീരുമാനം വന്നതിന് ശേഷമാണ് ഇന്ന് പ്രാദേശിക സമയം 7 മണിയോടുകൂടി ഇവരെ വിട്ടയക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വടക്കൻ ഗസ, അതായത് ജബാലിയ, ബൈത്ത് ഹാനൂൻ, ബൈത്ത് ലാഹിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ, അവ എല്ലാം ഉൾക്കൊള്ളുന്ന വടക്കൻ ഗസയിലേക്ക് ഒരു വർഷത്തിന് ശേഷം ഈ അഭയാർത്ഥികളായ ആളുകൾ എത്തുകയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നശീകരണം നടന്നിട്ടുള്ളത്. ഈ പ്രദേശത്തെ പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ട് ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കാം എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു മോഹം. പലതരത്തിലുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ അക്കാര്യം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ എത്രമാത്രം ബലം ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുമാണ് വടക്കൻ ഗസയിലുള്ള ലക്ഷക്കണക്കിന് പേരെ അങ്ങോട്ട് മാറ്റിയത്. അതേ ശക്തിയോടുകൂടി ഇതാ ലക്ഷങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ഒഴുകുകയാണ്. അർ റാഷിദ് റോഡ് എന്ന് പറയുന്നത് ഈ ബീച്ചിനോട് ചേർന്നിട്ടുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ഇപ്പോൾ കാൽനടയായി ലക്ഷങ്ങൾ സഞ്ചരിക്കുന്നത്. ഒരു വാഹനവും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. എന്ന് മാത്രമല്ല, ഓരോ ആളുകളും ഏതെങ്കിലും ആയുധങ്ങളോ മറ്റോ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ പ്രത്യേകം കർശനമായ സുരക്ഷാ പരിശോധനയും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള വൻതോതിലുള്ള ഒഴുക്കാണ്. ലക്ഷങ്ങളാണ് ഇപ്പോൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രാദേശിക സമയം 9 മണിയായി കഴിഞ്ഞാൽ സൊലാഹുദ്ദീൻ റോഡ് കൂടി തുറക്കുകയാണ്. സൊലാഹുദ്ദീൻ റോഡിലൂടെ വാഹനങ്ങൾക്ക് കൂടി പ്രവേശിക്കാം എന്നാണ് ഈ കരാറിലുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 വഴികളാണ് ഗസയിൽ പ്രധാനപ്പെട്ട 2 റോഡുകളാണുള്ളത്. ഒന്ന് ബീച്ചിനോട് ചേർന്നിട്ടുള്ള അർ റാഷിദ് റോഡ്, മറ്റൊന്ന് സൊലാഹുദ്ദീൻ റോഡ്. ഈ 2 റോഡുകൾ കൂടി, 2 റോഡും തുറക്കുന്നതോടുകൂടി ഇവിടെ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ടിട്ടുള്ള ലക്ഷങ്ങൾ അവിടേക്ക് എത്തുകയാണ്. ഗസ സിറ്റി അടക്കമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുകയും അതേപോലെ തന്നെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ്, എല്ലാ വിപ്ലവങ്ങളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമായി അറിയപ്പെടുന്ന ജബാലിയ ക്യാമ്പ്, ഈ പ്രദേശങ്ങളെല്ലാം ഒഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു പദ്ധതി. പക്ഷേ ആ പദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ്. എത്രമാത്രം ആളുകളെയാണോ ഹോസ്പിറ്റലുകൾ തകർത്തുകൊണ്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെയാക്കിക്കൊണ്ട് അങ്ങനെ പൂർണ്ണമായും ഉപരോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശം ആളില്ലാ മരുഭൂമിയാക്കി വടക്കൻ ഗസയെങ്കിലും മാറ്റാം എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ പദ്ധതിയെങ്കിൽ ഇപ്പോൾ അവിടുന്ന് കാണുന്ന ആകാശ ദൃശ്യങ്ങൾ ലക്ഷങ്ങൾ അങ്ങോട്ട് തന്നെ ഒഴുകിപ്പോകുന്നതാണ്. അപ്പോൾ താൽക്കാലികമായാണ് ഈ ഒരു സംഭവമെങ്കിലും ഈ ആയുധങ്ങളും അതേപോലെ തന്നെ ഒരു പുതിയ വീടുകൾ നിർമ്മിക്കുന്നതൊന്നും ഇസ്രായേൽ സമ്മതിക്കില്ല എങ്കിൽ പോലും താൽക്കാലികമായെങ്കിലും ഇതൊരു വലിയ വിജയമായി തന്നെ ഹമാസിന് അവകാശപ്പെടാവുന്നതാണ്. ഹമാസിൻ്റെ പുതിയ പ്രസ്താവന വന്നു കഴിഞ്ഞു. ഈ ആളുകളെ വിട്ടതിന് ശേഷമുള്ള പ്രസ്താവന വന്നു കഴിഞ്ഞു. ഇത് ഹമാസിൻ്റെ വിജയമാണ്, ഇത് ഫലസ്തീൻ പ്രതിരോധത്തിൻ്റെ വിജയമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്.